നമസ്കാരം. ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ആടിയുലയുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാലിദ്വീപിൽ മുഴങ്ങിക്കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിൽ ഒന്ന് ഔട്ട് ഇന്ത്യ എന്നത് തന്നെയായിരുന്നു. അങ്ങനെ ഇന്ത്യ പുറത്തു പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് മൊയ്സു മാലിദ്വീപിൽ അധികാരം പിടിച്ചത് എന്നതും വളരെ ശ്രദ്ധേയമാണ്. പിന്നീട് അദ്ദേഹം ചൈനയ്ക്ക് സ്വീകാര്യമായ നിലപാടുകളൊക്കെ സ്വീകരിക്കുന്ന ഒരു ചൈനീസ് പക്ഷക്കാരനായി മാറിയിട്ടുമുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു വലിയ ആശങ്ക ഉണ്ടാകുന്നതിനിടയിൽ വീണ്ടും ഈ ക്യാമ്പയിൻ മുഴങ്ങി കേൾക്കുന്നുണ്ട്, ഔട്ട് ഇന്ത്യ എന്നുള്ള ഒരു പ്രചരണം. പക്ഷെ അത് കേൾക്കുന്നത് ഇപ്പോൾ മാലിദ്വീപിൽ നിന്നല്ല, മറിച്ച് നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ നിന്ന് തന്നെയാണ്. ബംഗ്ലാദേശിലാണ് നിലവിൽ ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിൻ ശക്തി ആർജിക്കുന്നത്. ബംഗ്ലാദേശിലെ പ്രതിപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയാണ് ഇങ്ങനെ ഒരു പ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ BNPയുടെ ആക്ടിംഗ് ചെയർമാനായ താരിഖ് റഹ്മാൻ ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. നമുക്കറിയാം, ഒരു കാലത്ത് ബംഗ്ലാദേശിന്റെ അധികാരം കൈയടക്കിയിരുന്ന BNP എന്ന പാർട്ടി ഇപ്പോൾ ഏറെക്കുറെ തകർന്ന മട്ടിൽ തന്നെയാണ്. സ്വന്തം രാജ്യത്ത് നിന്നും പുറത്താക്കപ്പെട്ടതിന് ശേഷം ഈ പാർട്ടിയുടെ അധ്യക്ഷനായ താരിഖ് റഹ്മാൻ ആവട്ടെ നിലവിൽ ലണ്ടനിൽ പ്രവാസ ജീവിതം നയിക്കുകയാണ്. അങ്ങനെ ലണ്ടനിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം ഇന്ത്യ പുറത്തു പോകൂ ബംഗ്ലാദേശിൽ നിന്നും എന്ന പ്രചരണത്തിന് തുടക്കം കുറിക്കുന്നത്. ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഈ BNP എന്ന പാർട്ടി ശക്തിപ്പെടുത്തിക്കൊണ്ട് വരുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുവാൻ വേണ്ടി ഇന്ത്യ ഔട്ട് എന്ന ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ ഉൾപ്പെടെ ഇവർ തുടങ്ങിയിട്ടുമുണ്ട്. എന്തായാലും ഇന്ത്യ അയൽ രാജ്യത്തിന്റെ അധികാരത്തിലൊക്കെ ഇടപെടുന്നു എന്നുള്ള ആരോപണമാണ് BNP ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, അവിടെ വീണ്ടും ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരം പിടിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ഹസീന എപ്പോഴും ഇന്ത്യയുമായി ഒരു മികച്ച നയതന്ത്ര ബന്ധം പുലർത്തി പോകുന്ന പ്രധാനമന്ത്രിമാരിൽ ഒരാളാണ് എന്നും അറിയാം. അവർക്ക് ചൈനയുമായി മികച്ച ബന്ധമുണ്ട് എന്നതും വളരെ ശ്രദ്ധേയമാണ്. പക്ഷേ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള എല്ലാ തർക്കങ്ങൾക്കിടയിലും മൗനം പാലിക്കുകയാണ് സാധാരണയായി ബംഗ്ലാദേശ് ചെയ്തു പോരുന്നത്. കാരണം അവർക്ക് രണ്ട് പങ്കാളികളുമായും മികച്ച ബന്ധം തന്നെ പുലർത്തി മുന്നോട്ട് പോകണമെന്നുണ്ട്. ഒരിക്കൽ പോലും ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരോ അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഭരിക്കുന്ന പാർട്ടിയോ ഒന്നും തന്നെ ഇന്ത്യ വിരുദ്ധ നിലപാട് ചിന്തിക്കുക പോലുമില്ല. പക്ഷേ ഈ പ്രതിപക്ഷ പാർട്ടിക്ക് ഒരു കാലത്ത് അധികാരം ഉണ്ടായിരുന്ന, ഇപ്പോൾ അവിടെ തകർന്നടിഞ്ഞു പോയ ഈ BNP എന്ന പ്രതിപക്ഷ പാർട്ടിക്ക് എങ്ങനെയെങ്കിലും മുഖ്യധാരയിലേക്ക് എത്തണം, അല്ലെങ്കിൽ അവിടെ വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് വരണം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ മാലിദ്വീപ് സ്വീകരിച്ച അതേ തന്ത്രം തന്നെ ഇവരും സ്വീകരിക്കുന്നത്. എന്തായാലും ഇത് വലിയ തോതിൽ ചർച്ചയാവുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ അയൽ രാജ്യങ്ങളിൽ തന്നെ ഇന്ത്യ ഔട്ട് എന്നുള്ള ഒരു ക്യാമ്പയിൻ മുഴങ്ങി കേൾക്കുമ്പോൾ തീർച്ചയായും ഇത് ലോക രാജ്യങ്ങൾ ഉൾപ്പെടെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നും ഓർക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.